الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ചില സൂര്യോദയങ്ങളും ചില സൂര്യാസ്തമയങ്ങളുമൊക്കെ അവൻ്റെ ജീവിതത്തിനും അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും. മിക്കപ്പോഴും നമുക്ക് റമദാൻ 29 അന്നത്തെ സൂര്യാസ്തമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ പിറവി സംബന്ധിച്ചോ ഒക്കെ മാത്രമാണ് ഇത്തരമൊരു ഓർമ്മയും ശ്രദ്ധയും ഉണ്ടാകാറുള്ളത്. ഇപ്പം ഓരോ വെള്ളിയാഴ്ചയും ഉദിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഒരു മനോനിലയോടുകൂടെ അതിനെ കാണേണ്ടതാണ്. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം, ഒരാഴ്ചത്തെ ദിവസങ്ങൾ എടുത്താൽ അള്ളാഹുവിൻ്റെ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ജുമുഅയാണ്. ഫിഹി ഖുലിഖ ആദമു. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതെന്നാണ്. ഫീഹി ഉദ്ഖിലൽ ജന്ന. അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതെന്നാണ്. ഫീഹി ഉഖ്രിജ മിൻഹ. അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്തേക്ക് വിട്ടത് അന്നാണ്. ഞാനിത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗിൽ, ആയുസ്സിൽ എന്തെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗിൽ ആ ദിവസത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊരു ഇന്റർവ്യൂവിന് പോണ ദിവസം, നമ്മൾ നല്ലൊരു കച്ചവടം ഉറപ്പിക്കാൻ പോണ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സീസൺ, ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഒരു സീസൺ ആരംഭിക്കുന്ന ദിവസം, ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം, അവിടെയൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു മനോനിലയുണ്ട്. വെള്ളിയാഴ്ചയെ കുറിച്ചുള്ള മറ്റൊരു ഹദീസിൽ കാണാം, ലാ തത്ലു ശംസു വലാ തഗ്റബു അലാ യൗമിൻ അഫ്ളു മിൻ യൗമിൽ ജുമുഅ. യൗമുൽ ജുമുഅയേക്കാൾ ശ്രേഷ്ഠമായി സൂര്യൻ ഉദിക്കുന്ന, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദിവസമല്ല. നമുക്കൊരു ഫീലിംഗും ഇല്ലെങ്കിലും പ്രത്യേകതരം ഫീലിംഗ് ഉള്ള ചിലരുണ്ട്. വമാ മിൻ ദാബത്തിൻ, ഒരു മൃഗവും ഇല്ല, ഇല്ലാ വഹിയ തഫ്സഹു യൗമുൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും മൃഗങ്ങൾ ഭയവിഹ്വലരാകുന്നുണ്ട്, മൃഗങ്ങൾ പേടിക്കുന്നുണ്ട്. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാവരും പേടിക്കുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ചയാണ് അന്ത്യദിനം ഉണ്ടാവുക എന്നൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ മുന്നിലൂടെ എല്ലാ മാസവും 4-5 തവണ കടന്നു പോകുന്ന
വെള്ളിയാഴ്ചയെ കുറിച്ച് നമുക്ക് അത്ര ഒരു ഫീലിംഗ് ഇല്ലെന്നതുപോലെ തന്നെ ഇന്നിപ്പോ ദുൽഖഅദ 29 മാസം കണ്ടാൽ നാളെ ദുൽഹിജ്ജ 1. അപ്പൊ ഈ ദുൽഹിജ്ജക്ക് 1 രാത്രിയായി നേരം വെളുക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു റമളാൻ മാസത്തിലേക്ക് കടക്കുന്ന മനോനിലയേക്കാളും ശക്തമായ മാനസികാവസ്ഥയിൽ പ്രവേശിക്കേണ്ട ദിനങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും കൃത്യമായി പറയാൻ കഴിയും. നമ്മളിപ്പോ കച്ചവടക്കാർ ആണെങ്കിൽ അവർക്ക് ഓരോ സീസണുകൾ ഉണ്ടാകും. ആ സീസണുകളെ അവർ വളരെ സീരിയസ് ആയിട്ട് കാണും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കടയിൽ തന്നെ ഉണ്ടാകാനും കച്ചവടത്തിൽ തന്നെ ഉണ്ടാകാനും നോക്കും. അപ്പൊ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യയന വർഷത്തിന്റെ ആരംഭമാണ്. എത്ര സർവീസ് ഉള്ള ആളാണെങ്കിലും ആ ആദ്യത്തെ ദിവസങ്ങളിൽ അയാളുടെ ക്ലാസ് പ്രസൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും. കുട്ടികളെ കാണുന്നതും ഒക്കെ നോക്കുന്നതും ഒക്കെ. അപ്പം യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചില കൃത്യമായ സീസണുകൾ പഠിച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് കാണാൻ കഴിയും. മർസവി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, ഖിയാമുൽ ലൈലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സംസാരമാണ്. എന്താണ് അദ്ദേഹം പറയാണ്? യുഅള്ളിമൂന 3 പത്തുകളെ അവർ പ്രത്യേകം 3 പത്തുകളെ അവർ പ്രാധാന്യപൂർവ്വം കണ്ടിരുന്നു. അത് ഒന്ന് മുഹറമിലെ ആദ്യത്തെ 10കളാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10കളാണ്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10കളാണ്. നമുക്കിതിൽ റമളാനിലെ അവസാനത്തെ 10 എന്നുള്ളത് പൊതുവെ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. എന്നാലോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10കൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ സത്യം ചെയ്തു പറഞ്ഞ 10ആണത്. വൽ ഫജ്ർ വലയാലിൻ അശർ, പ്രഭാതം തന്നെയാണ് സത്യം, ആ 10 ദിനങ്ങളും സത്യം എന്ന് പറഞ്ഞത് അൽ മുറാദു ബിഹ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്നാണ്. അപ്പൊ ഖുർആൻ അത് പ്രത്യേകം സത്യം അതെടുത്തു പറയുകയും അത് സത്യം ചെയ്യുകയും ചെയ്തത് വിശ്വാസിക്ക് അവിടെ ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാനാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ തന്നെ പ്രയോഗത്തിൽ അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ തക്ബീറിനും തഹ്ലീലിനും ഒക്കെ വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളിൽ അത്തരമൊരു സംഭവം നമുക്ക് തീർച്ചയായും കാണാൻ പറ്റും. അന്നഹു സമ്മഹു അൽ അയ്യാം അൽ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ. വ യദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, സൂറത്ത് ഹജ്ജിലുള്ള പ്രയോഗമാണ്. സൂറത്ത് ഹജ്ജിലെ 28 ആണ് എന്ന് പറഞ്ഞാൽ അത് അയ്യാമുൽ അശർ ആണ്. അയ്യാമുൽ അശർ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയും. മാത്രമല്ല നോക്കൂ നിങ്ങൾ, ഈ 10 ദിനങ്ങളിൽ ആരാധന ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മൾ പലപ്പോഴും എന്തുണ്ടെങ്കിലും ഓഫർ ഉണ്ടോ അല്ലേ? ഓഫർ ഉണ്ട്. നമ്മൾ ഇന്ന ടെക്സ്റ്റൈൽസ് പോയി എടുക്കുക, അവിടെ ഓഫർ ഉണ്ട്. ഈ 10 ദിനങ്ങൾക്ക് പഠിച്ചവൻ ഓഫർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ ഓഫർ പറഞ്ഞത്? വിശ്വാസികൾക്ക് പ്രേരണ കൊടുക്കാനും. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രമം ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സമയമായിരിക്കും. ഇപ്പൊ രണ്ടാമത് അതൊന്ന് റീസെറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഒരുക്കാണ് പഠിച്ചവൻ ചെയ്യുന്നത്. റമളാൻ മാസത്തിൽ എടുത്ത കുറെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. ചിലരൊക്കെ രാത്രിയിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാകും, പിന്നെ എപ്പോഴോ അത് കൈവിട്ടു പോയിട്ടുണ്ടാകും. ചിലരൊക്കെ ജമാഅത്ത് നിസ്കാരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാകും, അത് ചിലപ്പോ അങ്ങനെ തന്നെ അതിൽ നിന്ന് അശ്രദ്ധ വന്നിട്ടുണ്ടാകും. ഇപ്പൊ വിശ്വാസിക്കൊന്ന് സ്വയം ചിട്ടപ്പെടുത്താനുള്ള അവസരം എന്നുള്ള നിലക്കാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകിച്ച് കൊണ്ടുവരുന്നു. എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാക്കി നിശ്ചയിച്ച് തന്നിരിക്കുന്നു. അവസരം വേണം ശരിയാകാൻ. ആ അവസരം ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് ഇതിലൂടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളെ കുറിച്ച്, ഈ 10 ദിനങ്ങളെ കുറിച്ച് ഹദീസിൽ വന്ന പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശർ, ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് പറയുന്നത് അയ്യാമുൽ അശർ, 10 ദിനങ്ങളാണ്. ഏത് 10 ദിനങ്ങൾ? അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാഹ്. അപ്പോ സ്വഹാബി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ
യുദ്ധങ്ങൾ അതും ഇതിലേറെ ശ്രേഷ്ഠമാണോ നബി എന്ന് ചോദിക്കുമ്പോ വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും ഇതിലേറെ ശ്രേഷ്ഠമൊന്നുമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും ഇതിലേറെ ശ്രേഷ്ഠമല്ല. എപ്പോ ഇല്ലാ റജുലുൻ അഫ്റ വജ്ഹഹു ഫിത്തുറാബ്. മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പോയി, ആ യുദ്ധത്തിൽ നിന്ന് അയാളോ അയാളുടെ സമ്പാദ്യമോ തിരിച്ചു വന്നില്ല, അഥവാ അയാൾ രക്തസാക്ഷിയായി, എങ്കിൽ അയാൾക്ക് കുറച്ച് മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച്, പ്രത്യേകം പരിപാലിച്ച്, പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് അതിൽ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ജിഹാദിന് പോണ ഒരു വ്യക്തിക്ക് ഇതിലേറെ കൂലി കിട്ടും എപ്പോ ആ വ്യക്തി ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയും അല്ലെങ്കിൽ അയാളുടെ സമ്പാദ്യവും കൊണ്ട് അയാൾക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയുകയും അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുമാത്രം പ്രാധാന്യം ഈ ദിവസങ്ങൾക്കുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ മഹത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? രക്തസാക്ഷിക്കുള്ള എന്തൊക്കെ മഹാത്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടുന്ന പരീക്ഷണം അള്ളാഹു തന്നിട്ടില്ല. സായുധ പോരാട്ടത്തിന്റെ ജിഹാദിന്റെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ജനകീയമായ വഴികളിലൂടെ, ഏറ്റവും ബുദ്ധിപരമായ രീതികളിലൂടെ മതേതര ചേരിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നയിക്കേണ്ടത് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ചിലരെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ഒക്കെ പോയി, ഇനി ഒന്നും കിട്ടാല്ല, ഒക്കെ തീർന്നു, കോടതി പോയി, വോട്ട് ചെയ്ത് വന്നിട്ട് ഞാൻ അന്നോട് നടത്തിയ കുത്തുപൊന്നും ഓർമ്മ ഉണ്ടോ എന്ന് കേട്ടോ, ഒന്ന് കുത്തുപെടുത്ത് കേട്ടില്ലെങ്കിൽ കേട്ടോ. നമ്മൾ പലപ്പോഴും നിരാശയിലെ പടുകുണ്ടിലേക്ക് വീണിട്ട് മൊത്തം വോട്ടിംഗ് മെഷീനാണ്, ഇനി ഒന്നും എടുക്കാല്ലാന്നാണ് നമ്മുടെ സ്റ്റാൻഡ്. ഒക്കെ വോട്ടിംഗ് മെഷീനിൽ തീരുമാനിക്കുന്നതാണ്, ഇനി ഒന്നും എടുക്കാല്ല എന്നുള്ളതാണ് നമ്മളെ സ്റ്റാൻഡ്. നമ്മളെപ്പോഴും വിവേകികളായി വിചാരപൂർവം, ബോധപൂർവം, ബുദ്ധിപൂർവം മതേതര ചേരിയെ മുൻനിർത്തി മതങ്ങൾ ഓരോരുത്തരും അവരുടെ അനുഷ്ഠാനങ്ങളിൽ നിലനിന്ന് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അപ്പുറത്താളെ പിന്നെ മതപരമായ ചടങ്ങിൽ ഞാൻ പോവുക, എന്റെ മതപരമായ ചടങ്ങിൽ അയാൾ വരിക, അയാൾക്ക് മതസൗഹാർദ്ദം ഉണ്ടാണെങ്കിൽ അയാൾ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുക, എനിക്ക് മതസൗഹാർദ്ദം വേണമെങ്കിൽ ഞാൻ അവിടുത്തെ പിന്നെ എന്താ പറയാ താലപ്പൊലിയിൽ പങ്കെടുക്കുക. ഇങ്ങനെ എന്നാലേ മതസൗഹാർദ്ദം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമല്ല. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ശരിയായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട സഹകരണങ്ങൾക്കപ്പുറത്തുള്ള മഹത്വരമായ ഒരു ജീവിത രീതി കാണിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് അല്ലെ? അതാണ് നമ്മുടെ മുന്നിലുള്ള ശരിയായ വഴി എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് വാളുകൊണ്ടുള്ള യുദ്ധം കൊണ്ടുള്ള ജിഹാദിന്റെ അവസ്ഥ അല്ല. നമുക്ക് ആ ജിഹാദിന്റെ കൂലി കിട്ടാനുള്ള ദിവസങ്ങളാണ് നാളെ ദുൽഹിജ്ജ 1 ആകുന്നതോടുകൂടെ, ഇന്ന് മാസം കണ്ടാൽ നാളെ 1 ആകുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം കാണണം ഈ വിഷയത്തിൽ. നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് ദുൽഹിജ്ജയിലെ ഈ ദിനങ്ങളാണെന്നാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. എന്താണ് അദ്ദേഹത്തോടുള്ള ചോദ്യം? അനാശ്രിൽ ഹിജ്ജ വൽ അശ്റിൽ അവാഖിർ മിൻ റമളാന. റമളാനിലെ അവസാനത്തെ 10നെ കുറിച്ചും അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യ 10നെ കുറിച്ചും അയ്യുഹുമ അഫ്ളൽ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അജാബ്, അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം അയ്യാമു അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമി അശ്രി മിൻ റമളാന. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10കൾ അത് റമളാനിലെ അവസാനത്തെ 10കളെക്കാൾ ശ്രേഷ്ഠമാണ്. വല്ലയാലി അൽ അശ്ർ അൽ അവാഖിർ മിൻ റമളാന അഫ്ളലു മിൻ ലയാലി അൽ അശ്ർ മിൻ ദുൽഹിജ്ജ. എന്നാലോ റമളാനിലെ അവസാനത്തെ 10ലെ രാത്രികൾ അത് ദുൽഹിജ്ജയിലെ രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ പകൽ നോക്കുമ്പോ റമളാനിലെ അവസാനത്തെ 10ലെ പകലിനല്ല പ്രാധാന്യം. ഏതിനാ പ്രാധാന്യം? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10നാണ്, അതിന്റെ പകലിനാണ് പ്രാധാന്യം. എന്നാൽ രാവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴോ റമളാനിലെ അവസാനത്തെ 10ലെ രാവിനാണ് പ്രാധാന്യം.
ദുൽഹിജ്ജയിലെ അവസാനത്തെ 10 രാവിനല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് പറയുന്നു, അശ്റുൽ അവാഖിർ മിൻ റമളാൻ അഫ്ളലു മിൻ ജിഹത്തിൽ ലൈലി ലിഅന്ന ഫീഹാ ലൈലത്തുൽ ഖദർ. റമളാൻ മാസത്തിലെ രാവിനാണ് കൂടുതൽ പ്രാധാന്യം ദുൽഹിജ്ജയിലെ രാവിനേക്കാളും. കാരണം അവിടെ ലൈലത്തുൽ ഖദർ വരുന്നുണ്ട് എന്നതാണ്. ലൈലത്തുൽ ഖദർ വരുന്നുണ്ട് എന്നതാണ്. വൽ അശ്റുൽ അൽ അവ്വൽ മിൻ ദുൽഹിജ്ജ അഫ്ളലു മിൻ ജിഹത്തിൻ നഹാർ ലിഅന്ന ഫീഹാ യൗമ അറഫ. എന്താ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലിനാണ് റമളാനിന്റെ അവസാനത്തെ 10 പകലിനേക്കാളും പ്രാധാന്യം. കാരണം അവിടെ യൗമ അറഫ വരുന്നുണ്ട്. അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസം വരുന്നത്. അതുപോലെ തന്നെ ഫീഹാ യൗമുൻ നഹർ, അതിൽ യൗമുൻ നഹർ വരുന്നുണ്ട്. വഹുമാ അഫ്ളലു അയ്യാമിദ് ദുനിയ ഹാദാ ഹുവൽ മുഅ്തമദ് ഇൻദൽ മുഹഖഖീന മിൻ അഹ്ലിൽ ഇൽമ്. ഇത് ഇവർ രണ്ടാളും പറഞ്ഞ ഒറ്റപ്പെട്ട 2 അഭിപ്രായമല്ല, മറിച്ച് മുൻഗാമികളൊക്കെ ഏറ്റവും കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തീരുന്നില്ല. വല്ലദീ യദ്ഹറു അന്ന സബബ് ഫി ഇംതിയാസ് അശ്ർ ദിൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദാത്ത് ഫീഹി. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്? കാരണം ഇസ്ലാം പഠിപ്പിച്ച എല്ലാ ആരാധനകളും ഒന്നിച്ചു വരുന്ന ദിനങ്ങൾ ഇതിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ പുണ്യങ്ങളും എന്താണ്? സ്വലാത്തുണ്ട്, ആ നോമ്പിനുണ്ട്. നോമ്പുണ്ട്, അത് നോമ്പ് കാലത്തുണ്ട്. അതുകൊണ്ട് നോമ്പ് കാലത്ത്. പക്ഷേ വൽ ഹജ്ജ് അത് റമളാനിലില്ല, അതും കൂടി ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ദിനങ്ങളിലല്ലാതെ അത് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണമായി യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളിൽ എന്താണ് ചെയ്യാനുള്ളത്? ഒന്ന് നമ്മൾ മനസ്സിലാക്കി, ഈ ദിനങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ഷെഡ്യൂളിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ സുബഹ് ജമാഅത്തൊക്കെ പോയ അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ രണ്ടാമത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ജമാഅത്തുകൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെ ജീവിതായോധനങ്ങളിൽ ബാക്കിയുള്ളിടത്തൊക്കെ ഇടപെടുന്നിടത്തൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. പകലിൽ നമ്മളെ ഫോണൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. കുറച്ച് സമയം പഠിച്ചതിന് വേണ്ടി ചെലവാക്കേണ്ടതുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആണ് ഇരിക്കണമെങ്കിലും അവിടെ പോലും കുറച്ച് ശ്രദ്ധ ആവശ്യമുണ്ട്. നാവിന് കുറച്ച് നിയന്ത്രണം വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതലായി ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹു റസൂൽ പഠിപ്പിക്കണം, അതാ ചെയ്യാറുള്ളത്. ഏത് ജോലി സ്ഥലത്താണെങ്കിലും ഏത് യാത്രാവാഹനത്തിലാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഓഫ് എടുത്തിട്ട് അവസാനത്തെ 10 എഴുത്തിക്കാഫ് പ്രത്യേകം പഠിപ്പിക്കേണ്ടത്. അത് പള്ളിയിലേ പറ്റുള്ളൂ, അത് ഓഫീസിലും വണ്ടിയിലൊന്നും പറ്റൂല, അല്ലെ? അത് പള്ളിയിലേ പറ്റുള്ളൂ. പക്ഷെ ഇത് എവിടെയും പറ്റും. എന്താണ്? അത്തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ്, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹു അക്ബർ ചൊല്ലുക, വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് ചൊല്ലുക. അപ്പോ സ്ഥിരമായി ചൊല്ലേണ്ടുന്ന ധാരാളം സമയങ്ങളുണ്ട്. എന്താണ്? നമസ്കാരത്തിന് ശേഷം അങ്ങനെ ചെല്ലുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. കടലിലെ തിരമാലകളിൽ ഇങ്ങനെ തട്ടിയിട്ട് വരുന്ന ആ പൊതണ്ടല്ലോ, അതിന്റെ അത്ര നിനക്ക് പാപമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. എന്താണ് ചെല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമി 100 മറ. ഒരു വ്യക്തി 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു വഇൻ കാന മിത്ല സബദിൽ ബഹർ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ കടലിലുണ്ടാകുന്ന അതിന്റെ ഓളങ്ങളിൽ നിന്ന് ഇങ്ങനെ തട്ടിത്തെറിച്ചുണ്ടാകുന്ന പൊത പോലെ നിനക്ക് പാപങ്ങളുണ്ടെങ്കിലും നിന്റെ പാപം പുറത്തു. ഇങ്ങനെ പറഞ്ഞ പഠിച്ചോനെ വിട്ടിട്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? പാപങ്ങൾ പുറത്തു കിട്ടാൻ നേതാവായ നബിയെ പാപങ്ങൾ പുറത്തു തരണേന്ന് ചൊല്ലണത്. മാലെടുത്ത് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും പോകില്ല. അർത്ഥം വെച്ചാൽ ആരെ കൊണ്ടെങ്കിലും അർത്ഥം വെപ്പിച്ച തീരുമാനമായി. അതിൽ ശിർക്കൻ വരികളുണ്ട്, പ്രവാചകന്മാരെ പരിഹസിക്കുന്ന വാക്കുകളുണ്ട്, അമ്പിയാക്കളെ മോശമാക്കുന്ന പ്രയോഗങ്ങളുണ്ട്, ചരിത്രപരമായ തെറ്റുകളുണ്ട്, കള്ള ഹദീസുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനം കൂട്ടിച്ചേർത്തുണ്ടാക്കി ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിന്റെ അടുത്ത് സമുദ്രത്തിൽ അതിന്റെ തിരമാലകളിൽ ഇങ്ങനെ തട്ടി തുള്ളി ഉണ്ടാകുന്ന പൊത പോലെ നിനക്ക് പാപമുണ്ടെങ്കിലും ആ പാപം പുറത്തുതരും. നീ ആരാകട്ടെ, നീ എന്ത് തെറ്റ് ചെയ്ത ആളാകട്ടെ, റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചാൽ റബ്ബ് അത് പുറത്തു തരും എന്നാണ്. അപ്പോ അതിനുള്ള പ്രാർത്ഥന ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലാം, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ.
അത് ഈ ഒരു 10 ദിനങ്ങൾ അതിനൊന്നും കൂടി പ്രാധാന്യം കൊടുത്ത് അത് മനസ്സിൽ വെച്ച് ചെയ്യുക. അപ്പൊ അത് ജിഹാദിനെക്കാളും വലിയ പുണ്യമായി പരിഗണിക്കും എന്നാണ്. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ ഉദ്ധരിക്കണം, അദ്ദേഹം പറയണേ, അദ്ദേഹം ഒരു മരങ്ങനെ നടുകയാണ്. മർറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ഹുറൈറത, അവറുള്ളാന്റെ അടുത്തുകൂടെ അദ്ദേഹം റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു മരം നടുകയാണ്. യാ അബാ ഹുറൈറ മല്ലദി തഗ്റുസ്, അബൂ ഹുറൈറ നീ എന്താണ് നടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ചെടി നടുകയാണ് പ്രവാചക എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല അദുല്ലുക അല ഗർസിൻ ഖൈറുൻ ലക മിൻ ഹാദാ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കൃഷി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നത് നീ ചെല്ലുകയാണെങ്കിൽ യുഗ്റസു ലക ബികുല്ലി വാഹിദത്തിൻ ശജറതൻ ഫിൽ ജന്ന, ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു മരം നിനക്ക് വേണ്ടി അല്ലാഹു നടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മരം നടുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയതല്ല. മരം നടുന്ന സ്വഹാബിക്ക് അതിനുള്ള താല്പര്യം ചൂണ്ടിക്കാണിച്ച് ഇത് ചെയ്യുന്നത് പോലെ തന്നെ നീ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണെന്ന് പഠിപ്പിച്ചതാണ്. കാരണം എന്താ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ തൈയുണ്ട്, എന്താണ്, നീ അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ കാണണം, അന്ത്യദിനം സംഭവിക്കാൻ പോകുകയാണെങ്കിലും നീ അത് നടണം, നീ ആ ചെടി നടണം. അതിമെന്ന് എന്താ കിട്ടുക? ചെടി നടന്നതിന്റെ പ്രാധാന്യം കിട്ടും, പിന്നെ ഒരു വ്യക്തി പോസിറ്റീവ് ആകണമെന്ന് കിട്ടും. അതിപ്പോ ഞാൻ നടക്കുന്നില്ല, അങ്ങനെയാണ് ആൾക്കാർ അല്ലെ, എന്തിലും അതിന്റെ നെഗറ്റീവ് ഒക്കെ പോവുക. ഇവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണെങ്കിലും നീ നട്ടോ, അത് വളർന്നോട്ടെ. ഒരു സാധ്യതയും കാണാത്തൊരു സ്പേസിൽ നിന്ന് പോലും പോസിറ്റീവായ ഒരു മാനസികാവസ്ഥയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്തിലും നമ്മുടെ മനസ്സ് പോസിറ്റീവായാൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പകുതി സമാധാനമാവും, പകുതി ടെൻഷൻ, പകുതി ഇമോഷണൽ ബാഗേജുകൾ, വൈകാരികമായ ഭാരങ്ങൾ, നമുക്ക് മുക്തി കിട്ടും എന്തിലും അല്ലെ. അതുകൊണ്ടാണ് അത് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, നിന്റെ ഭാര്യയിൽ നിനക്ക് ദോഷകരമായ എന്തെങ്കിലും കണ്ടാൽ നീ അവളിലുള്ള നല്ലൊരു സ്വഭാവത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് തൃപ്തിപ്പെടുക. അങ്ങനെ കുറെ മോശം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ഗുണമുണ്ടല്ലോ. ഭർത്താവിന്റെ അടുത്ത് മോശകരമായ ഒന്നുണ്ടെങ്കിൽ ഗുണകരമായ മറ്റൊന്ന് മുൻനിർത്തിയിട്ട് അപ്പൊ നമുക്ക് പോസിറ്റീവ് മനുഷ്യനായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിവൈകാരികതകളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അവരെടുത്തുള്ള വീഴ്ചകളെ തിരുത്താൻ പറ്റും. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, നമ്മൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് വേണ്ടി പരലോകത്ത് സ്വർഗത്തിൽ ഒരു മരം നടുന്നുണ്ട് എന്നാണ്. മാത്രല്ല ഇത് കെൻസാണ്, ഇത് നിധിയാണെന്നാണ്. ഈ ദിക്ർ നിധിയാണ്. സ്വർഗത്തിലുള്ള നിധിയെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള നിധിയാണ്. നമ്മൾ ഇങ്ങനെ കളച്ച് മാന്തി എടുക്കുമ്പോൾ ഒരു ചെമ്പിട് കിട്ടി, അതിൽ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്, അതിനെ നമ്മൾ നിധി എന്ന് പറയാം. ഇതേപോലെ നാളെ പരലോകത്തേക്കുള്ള നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത്. മാത്രല്ല നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ഞാൻ ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ കടലിലെ ഈ എന്താ പറയാ ചപ്പുചവറുകൾക്കിടയിൽ ഇങ്ങനെ പൊന്തി വരുന്ന ആ പൊത പോലെ ഉള്ള പാപവും അള്ളാഹു പുറത്തിരുന്നതാണ്. രണ്ടാമത് ഇവിടെ പറഞ്ഞ എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന വ്യക്തിക്ക് സ്വർഗ്ഗത്തിൽ ആ ഓരോ ദിക്റിന്റെയും കൂടെ ഒരു അവനെ വേണ്ടി ഒരു മരം അല്ലാഹു നടും എന്നാണ്. ഒന്നാമത്തെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് കൻസാനി എന്നാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതോ കാന കമൻ അഅതഖ അർബഅത അൻഫുസിൻ മിൻ വലദി ഇസ്മാഈൽ, ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാം അടിമത്ത മോചനത്തിന് വേണ്ടി ചെയ്തു വെച്ചതുപോലത്തെ ഒരു സിസ്റ്റം ലോകത്താരും ചെയ്തിട്ടില്ല കേട്ടോ. പലപ്പോഴും സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ഇങ്ങനെ കാണും, ഇസ്ലാം അടിമത്തം നിരോധിച്ചില്ലല്ലോ. ഇസ്ലാം അടിമത്തത്തെ അടിവേരോട് പിഴുതെറിയാണ് ചെയ്തത്. നിയമം നിർമ്മിച്ച് മുതലാളിയുടെ കയ്യിൽ നിന്ന് ചെങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങി നടക്കാൻ പഠിപ്പിക്കല്ല ഇസ്ലാം ചെയ്തത്. മുതലാളിയെ കൊണ്ട് തന്നെ നീ പൊയ്ക്കോ, നീ ഇനി അടിമയായിട്ട് എന്റെ കൂടെ ജീവിക്കണ്ട,
നീ എന്റെ സഹോദരനായി, എന്റെ വീട്ടിലൊരു അംഗമായി എന്റെ കൂടെ നിന്നോ എന്ന് പഠിപ്പിക്കാനുള്ള സിസ്റ്റമാണ് ഇസ്ലാം നടപ്പിലാക്കിയത്. ആ സിസ്റ്റം വഴി മോചിതമായോ? പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മോചിതരായി എന്ന് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാര് നൂറുകണക്കിന് ആളുകൾ മുമ്പ് അടിമകളായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഗവർണർമാര് എണ്ണമറ്റ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അടിമകളായിരുന്നു. എന്നിട്ടോ അവരെ മോചിപ്പിച്ചു. എന്നിട്ട് ആ മോചിപ്പിക്കപ്പെട്ട ആളുകളെ പുനരുദ്ധരിക്കാൻ പ്രത്യേകം പാക്കേജ് ഉണ്ടാക്കി. അവസാന അടിമകളൊക്കെ കൂടെ ഞങ്ങളെ മോചിപ്പിക്കല്ലേ, ഞങ്ങളെ വീണ്ടും അടിമകളാക്കി അബ്രഹാം ലിങ്കനോട് ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടേണ്ടുന്ന സാമൂഹിക സിസ്റ്റമല്ല ഇസ്ലാം നടപ്പിലാക്കിയത്. ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ തരിച്ചു കയറും. ഇസ്ലാമിക ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ എന്താണ്, എത്രയോ ഹദീസ് ഉദ്ധരിച്ച വ്യക്തികൾ അവരാരായിരുന്നു? മൗലകളായിരുന്നു എന്ന് കാണാം. എന്താ മൗലകളായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ആദ്യഘട്ടത്തിൽ അടിമകളായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഒരു സംഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. മർവസിയു അൻ മൈമൂൻ ബിൻ മഹ്റാൻ അദ്റക്തു അന്നാസ വഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അസ്ർ. പിന്നെ ദുൽഹിജ്ജയിലെ ആദ്യ 10 ജനങ്ങൾ തക്ബീർ ചൊല്ലുമായിരുന്നു. ഹത്താ കുൻതു ഉശബ്ബിഹു ബിൽ അംവാജ് മിൻ കത്റതിഹാ. ഞാൻ അതിനെ തിരമാലകളോടാണ് ഉപമിച്ചിരുന്നത്. ജനങ്ങൾ തക്ബീർ ചൊല്ലണ എണ്ണം കൂടുന്നത് കാണുമ്പോൾ തിരമാലകളെ പോലെ അവർ ചൊല്ലാറുണ്ടായിരുന്നു. തക്ബീർ ചൊല്ലുന്നതിൽ അവർ ഇന്ന് വളരെ വീഴ്ചകൾ വരുത്തുന്നുണ്ട് എന്നാണ്. മറ്റുള്ള മാസങ്ങളെക്കാളും സമയങ്ങളെക്കാളും തക്ബീറിനെ ഇവിടെ വർദ്ധിപ്പിക്കണം. ഈ 10 ദിനങ്ങളിൽ തന്നെ യൗമ അറഫന്റെ അന്ന്, ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അന്ന് അത് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു ദുആ ഫി അശ്ർ ദുൽഹിജ്ജ. ദുൽഹിജ്ജയിൽ പ്രവാചകൻ ദിക്ർ മാത്രമല്ല ദുആയും വർദ്ധിപ്പിച്ചിരുന്നു. വയഉമുറു ഫീഹി ബിൽ അക്താർ മിന തഖ്ലീൽ വതക്ബീർ വതഖ്ദീർ. പിന്നെ വതഹ്മീദ്, തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല സൗമു യൗമ അറഫ ദുൽഹിജ്ജ 9ന്റെ അന്നത്തെ നോമ്പ് അത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകുന്നതാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ നമ്മൾ വെള്ളിയാഴ്ച വരുമ്പോൾ ഈ പോയിന്റുകളൊക്കെ ആലോചിച്ചവരുണ്ടാകും, ആലോചിക്കാത്തവരുണ്ടാകും. ആലോചിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ്, വെട്ടത്തൂരിൽ ഇന്ന് ഈ ഉത്ബോധനം കിട്ടിയത് നമ്മൾ മാത്രമാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നന്മ അഥവാ ജുമാ ഖുതുബ അത് മനുഷ്യർക്ക് മനസ്സിലാവണമെന്ന ഇസ്ലാമിന്റെ തത്വം സ്വീകരിച്ചതുകൊണ്ടാണ്. ഇതുപോലെ ഇസ്ലാമിലെ നിയമങ്ങളും തത്വങ്ങളും സ്വീകരിക്കുമ്പോൾ ആ നിയമങ്ങളിലേക്കും തത്വങ്ങളിലേക്കും നമ്മൾ കൂടുതൽ ഇങ്ങനെ ചെല്ലുമ്പോൾ കൂടുതൽ അറിയാനും അടുക്കാനും ബോധ്യപ്പെടാനും നമുക്ക് പറ്റും. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 10 ദിനങ്ങളിലേക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഒന്ന്, നമ്മളെ നിസ്കാരങ്ങൾ നമ്മൾ ഒന്നുകൂടി ശരിയാക്കുക. എന്താ നിസ്കാരങ്ങൾ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന് ശ്രദ്ധ പോണ പ്രശ്നം ഉണ്ടാകും, സമയത്ത് ചെയ്യാത്ത പ്രശ്നം ഉണ്ടാകും, ജമാഅത്ത് നിർവഹിക്കാത്ത പ്രശ്നം ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ ശ്രമിക്കുക, ഒരു നിർദ്ദേശമാണ്. 2, ദുൽഹിജ്ജ 9 ആണ് നമുക്ക് നോമ്പെടുക്കാനുണ്ടാവുക. ഇന്നിപ്പോ 29 ഇന്ന് മാസം കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായും സൗദി അറേബ്യയായിട്ട് നമുക്ക് ഒരു ദിവസത്തിന്റെ ഗ്യാപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ യൗമ അറഫ, ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ഗ്രന്ഥത്തൊന്നും എവിടുന്നും കിട്ടൂല. അവര് അന്ന് അവിടെ ഉള്ളവർ അന്നാണ് നോമ്പെടുക്കേണ്ടത്. അല്ലാത്തവരെന്നാ ദുൽഹിജ്ജ 9 എന്നാണോ വരുന്നത് ആ നോമ്പിന്റെ പേരാണ് യൗമ അറഫ. അത് അന്ന് അവിടെ അറഫയാണോ എന്നുള്ളത് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇസ്ലാം പ്രായോഗികമായ ഒരു മാർഗദർശനമാകൂല. അത് തന്നെയാണ് പ്രശ്നം. അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസം നമുക്കിപ്പോ മനസ്സിലാണ് എന്തുകൊണ്ടാണ്. മാർക്കോണി റേഡിയോ കണ്ടെത്തിയത് കൊണ്ട് റേഡിയോ തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും ഒക്കെ കണ്ടെത്തിയതിന്റെ ശേഷമാണ്. മറ്റേത് അവരവിടുന്ന് വന്നതിന്റെ ശേഷം ഇത്രാം തീയതി ആയിരുന്നു എന്ന് പറയാം. അപ്പോഴാണ് മനസ്സിലാക്കുക.
അപ്പൊ ഇസ്ലാം ഒരു പ്രായോഗികമായി ചെയ്യണം അതാണ്. മാത്രമല്ല ദുൽഹിജ്ജയിലെ ആ അറഫാ ദിനത്തിൽ ജനങ്ങളെ അറഫയിൽ ഒരുമിച്ച് കൂടുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഭൂഗോളത്തിന്റെ നേരെ എതിർ ദിശയിൽ രാത്രിയാണ്. ഇപ്പൊ രാത്രി നോമ്പെടുക്കേണ്ടി വരും. ഇസ്ലാം അപ്രായോഗികമായതൊന്നും പറയില്ല. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ എത്തുന്നത് അന്ന് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കും. അതിന് യുക്കഫറു സനത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് വരാനിരിക്കുന്നതിന്റെയും കഴിഞ്ഞു പോയതിന്റെ ഒക്കെ മൊത്തം പാപങ്ങൾ പുറത്തു തരുന്ന ഒരു അവസ്ഥ പഠിച്ചു തരും. പിന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. 4 ദിക്റുകൾ സാമ്പിളിൽ ഞാൻ പറഞ്ഞു. ഇത് ദുൽഹിജ്ജിൽ മാത്രം ചൊല്ലേണ്ടതല്ല, എന്നും ചൊല്ലുന്നതാണ്. അതൊന്ന് ശീലാക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് പറ്റും. ദിക്റുകൾ വേണമെങ്കിൽ തന്നെ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടി ഇടാം. ദിക്റിന്റെ പദം കൃത്യമായി ഓർത്തു വെക്കാൻ വേണ്ടി ചുമ്മാ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യാൻ കൂടി സാന്ദർഭികമായിട്ട് പറയാണ്. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അങ്ങ് ഗസയിൽ പോരാടുന്ന പോരാളികൾക്ക് അല്ലാഹു കരുത്തിനെ പകരുമാറാകട്ടെ. യഥാർത്ഥ വിജയങ്ങളിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഫാസിസ്റ്റുകളുടെ പദ്ധതികൾ തകരുന്ന വിധം വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രതീക്ഷയോടുകൂടെ കരുത്തോടുകൂടെ മതേതര ചേരി ഒന്നിച്ചു നിന്ന് മനുഷ്യരുടെ സർവോന്മുഖമായ മേഖലയിൽ മുന്നേറുന്ന നല്ല നിമിഷങ്ങൾക്ക് സാക്ഷിയാകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശർറ വൽ മുശ്രിക്കീൻ റബ്ബനാ ആതിനാ ഫിദ് ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു